നമസ്കാരം. അയ്യപ്പസ്വാമിയുടെ ബ്രഹ്മചര്യം അവസാനിച്ചുവെന്ന് പ്രസംഗിച്ച എം സ്വരാജിന്റെ MLA മോഹവും അവസാനിച്ചിരിക്കുകയാണ്. സ്വരാജിനെ മത്സരിപ്പിക്കണമെന്ന ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം സംസ്ഥാന നേതൃത്വം തള്ളിക്കളഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കറിയാം, 2018 ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് എം സ്വരാജ് നടത്തിയ പ്രസംഗം അത് കേട്ട് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ ഇടനെഞ്ചു പുകഞ്ഞത്. ഈ ശുദ്ധ ഹിന്ദു വിരുദ്ധ പ്രസംഗത്തിന്റെ വീഡിയോ കോപ്പിയുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു പരാതി നൽകുകയുണ്ടായി. ആദ്യം കൊല്ലം വെസ്റ്റ് പോലീസിൽ പരാതി നൽകി. എന്നാൽ പിണറായിയുടെ പോലീസാണല്ലോ കേസെടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. സിറ്റി പോലീസ് കമ്മീഷണറും കേസെടുക്കാത്തതിനെ തുടർന്ന് വിഷ്ണു കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോടതി റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് കൊടുത്തു എന്നും കേസ് ഉടൻ പരിഗണിക്കും എന്നാണ് പറയപ്പെടുന്നത്. മാളികപ്പുറത്തമ്മയുടെ കണ്ണുനീരാണ് കേരളത്തിൽ പ്രളയമായി നദികളിലൂടെ ഒഴുകിയതെന്നും അയ്യപ്പന്റെ ബ്രഹ്മചര്യം അവസാനിച്ചു എന്നും അടങ്ങുന്നതായിരുന്നു സ്വരാജിന്റെ പ്രസംഗം. കാരണം സ്വരാജിനെ നമുക്കറിയാവുന്ന കാര്യമാണ്. ചാനൽ ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് വലിയ ആളാവുന്ന ഒരു വ്യക്തിയാണ്. സ്വരാജിനെ പിന്താങ്ങാനായിട്ട് കുറെ കമ്മികളും ഇപ്പോൾ നവമാധ്യമങ്ങളിൽ സജീവമായി ഇരിപ്പുണ്ട്. എന്തെങ്കിലുമൊക്കെ വിഡ്ഢിത്തരം പറയും. മലയാള ഭാഷയിൽ ഉള്ള വാക്കുകളെല്ലാം കൂടെ ചേർത്ത് വെച്ച് കുറച്ച് കടിച്ചാപ്പൊട്ടാത്ത കുറെ വാക്കുകളൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം എന്തോ വലിയ ഒരു മലയാളത്തിന്റെ പ്രൊഫസറാണ്, അല്ലെങ്കിൽ മലയാളത്തിൽ എന്തോ ഇദ്ദേഹമാണ് മലയാളം എന്ന ഭാഷ തന്നെ കണ്ടുപിടിച്ചത് എന്നൊക്കെയാണ് എം സ്വരാജ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വായെടുത്താൽ ഒരു അന്തവും കുന്തവും ഇല്ലാതെ പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് സ്വരാജ് എന്ന് പറയുന്നത്. PDP ശുദ്ധ ജനാധിപത്യ പാർട്ടിയാണ് എന്നും VS അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയമാക്കണമെന്നും തുടങ്ങിയ വിവാദ പ്രസ്താവന നടത്തിയ ആളാണ് മുൻ തൃപ്പൂണിത്തറ MLA കൂടിയായ ശ്രീ എം സ്വരാജ്. ഹിന്ദു സമുദായത്തിന്റെ അന്ധവിരോധിയായി അറിയപ്പെടുന്ന ഇദ്ദേഹം 1921 മലബാറിൽ തുർക്കിയിലെ ഖലീഫയെ ബ്രിട്ടീഷുകാർ പുറത്താക്കിയെന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് ഹിന്ദുക്കളെ തൂർ കിണറ്റിൽ അരിഞ്ഞു വീഴ്ത്തിയ വാര്യർ കുന്നിനെ സ്വതന്ത്ര സമര സേനാനിയായി പ്രഖ്യാപിച്ച് നിയമസഭയിൽ നടത്തിയ പ്രസംഗം മതേതര ഹിന്ദു മനസ്സിനെ ഏറെ വേദനിപ്പിച്ചിരുന്നു. 2019 അയോധ്യയിൽ ശ്രീരാമക്ഷേത്ര കേസിൽ വിശ്വാസികൾക്ക് അനുകൂലമായി വിധി വന്നപ്പോൾ കേരളത്തിൽ സമുദായ സംഘർഷം ഉണ്ടാക്കാൻ നോക്കിയ ജനപ്രതിനിധിയാണ് ഈ സ്വരാജ് എന്ന് പറയുന്നത്. ഹിന്ദുക്കളാണ് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നൊക്കെയാണ് സ്വരാജ് അന്ന് പറഞ്ഞത്. ഇതൊക്കെ കേരളത്തിലെ നട്ടലുള്ള സമുദായ നേതാവായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും സ്വരാജ് മത്സരിച്ചാൽ ഹിന്ദു വോട്ടുകൾ BJPയിലേക്ക് ഒഴുകുമെന്ന ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ എം സ്വരാജിനെ അവൈലബിൾ PB മാറ്റി നിർത്തിയത് എന്നാണ് അറിയുന്നത്. ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമാണ് തോന്നിയത്. കാരണം A റഹീം പോലുള്ളവർ തൻ്റെ സമുദായത്തിൽപ്പെട്ടവർക്ക് കർണാടകയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അവിടെ ചെന്ന് സ്വന്തം സമുദായ അംഗങ്ങളുടെ കണ്ണീരൊപ്പി. എന്നാൽ എം സ്വരാജ് എന്താണ് ചെയ്തത്? ഒരു മന്ത്രിയല്ല, ജില്ലാ സെക്രട്ടറി അല്ല, മറ്റോ ആയാൽ വാര്യൻ കുന്നൻ ഹിന്ദുക്കളോട് കാണിച്ചതിന് 1000 മടങ്ങായിരിക്കും ഹിന്ദുക്കളോട്, പ്രത്യേകിച്ച് ഈഴവ നായർ ബ്രാഹ്മണ സമുദായത്തോട് കാണിക്കാം. ഹിറ്റ്ലർ ജൂതന്മാരോട് കാണിച്ച അതേ സമീപനമാകും വെറും 4 വോട്ടിന് വേണ്ടി, ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി സ്വരാജ് അവർക്കും വോട്ട് കൊടുക്കില്ല. സ്വന്തം സമുദായത്തിനെ നശിപ്പിക്കാൻ നടക്കുന്നയാളിനെ അവർ എങ്ങനെ വിശ്വസിക്കും? ഇന്ന് ഞാൻ, നാളെ നീ എന്നല്ലേ അവർ കരുതൂ. അതാണ് നമ്മൾ നിലമ്പൂരിൽ കണ്ടതെന്നും ചെയ്യാൻ നടക്കുന്ന സ്വരാജ് കാണുക. ഹിന്ദുക്കളെ കണ്ടാൽ സ്വരാജിന് പുച്ഛമാണ്. പക്ഷേ ന്യൂനപക്ഷ വോട്ടുകളെ കണ്ടാൽ, അതായത് ഇപ്പം മുസ്ലിംസ് ആണ് എങ്കിൽ അവരുടെ കൈയും കാലും ഒക്കെ നക്കും സ്വരാജ് വോട്ടിന് വേണ്ടി. ഹിന്ദുക്കളോട് ഇത്ര അറപ്പെന്താണെന്നറിയില്ല. പക്ഷേ ഇലക്ഷൻ സമയത്താകുമ്പോൾ ഹിന്ദുക്കളെ പിന്നെ ഭയങ്കര സ്നേഹമാണ്. ഇലക്ഷൻ കഴിയുമ്പോൾ പിന്നെ ഹിന്ദുക്കളോട് പിന്നെ ഭയങ്കര ദേഷ്യമാണ്. അവരെന്തോ ഒരു ഹിറ്റ്ലർ കണക്കനാണ് സ്വരാജിന്റെ കാഴ്ചയിൽ കാണുന്നത്. അത് സ്വരാജിന് വിവരവും സംസ്കാരവും ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമായിരിക്കണം. കാരണം CPM അല്ലേ പാർട്ടി, അങ്ങനെ സംഭവിക്കും.